അല്ല, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട്. ഈ സഭയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് വെടിയുണ്ട തീർത്ത അക്രമകാരികൾ ആരാണെന്ന് പറയാൻ ആഭ്യന്തരമന്ത്രി സഭയിലെത്തണം. ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രമത്തിന് ഉത്തരവിട്ടത് ആരാണ് എന്ന് പറയാതെ പ്രതിപക്ഷം സംതൃപ്തരല്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്, നാടൊട്ടാകെ ആവശ്യപ്പെടുന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ 13 ദിവസക്കാലം പാർലമെന്റ് സമ്മേളിച്ചിട്ടും അമിത്ഷായ്ക്ക് പാർലമെന്റിലേക്ക് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല, ലോക്സഭയിലേക്ക് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. എന്താണ് അദ്ദേഹം ഭീരുവായി മാറുന്നത്? അദ്ദേഹം പറയണ്ടേ? രാജ്യം ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമല്ലേ, ആരാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ പറഞ്ഞത്, AK-47 ഉപയോഗിക്കാൻ പറഞ്ഞത് ആരാണ്? ഈ ഉത്തരം നമുക്ക് കിട്ടേണ്ടത് ആവശ്യമില്ല. പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ഒഴിഞ്ഞു വന്ന് പാർലമെന്റ് അദ്ദേഹത്തിന്റെ മുറിയിലിരിക്കുകയാണ്. ലോക്സഭയിൽ വരില്ല, രാജ്യസഭയിൽ വരില്ല. രാജ്യസഭാ ചെയർമാന് വരെ പറയേണ്ടി വന്നു പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന്. അപ്പോൾ ആ ബില്ലിൽ, ഏത് ബില്ലായാലും അമിത്ഷാ സഭയിൽ വന്ന് ഈ കാര്യത്തിൽ വിശദീകരണം നൽകുന്നത് വരെ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ അത് വ്യക്തമായിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. കിരൺ റിജിജുവിനെ വിളിച്ചിട്ട് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം. ഇത്രയും ബൃഹത്തായിട്ടുള്ളൊരു ഭരണഘടനാ ഭേദഗതി നടക്കുമ്പോൾ സർവകക്ഷി യോഗം വിളിച്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലിന് സാധാരണ ചെയ്യുന്ന അതാണ്, സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഒരു സമവായം ഉണ്ടാക്കണം. അതിന് ഗവൺമെൻറ് തയ്യാറാകണം. ഈ രണ്ട് കാര്യങ്ങളുമാണ്. അതല്ലാതെ ഡീലിമിറ്റേഷൻ ബില്ല് അവരിപ്പോൾ ചെയ്തിരിക്കുന്ന തിങ്കളാഴ്ച, നാളെ വൈകുന്നേരത്തെ ലിസ്റ്റ് ഓഫീസിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഉച്ചയ്ക്ക് ശേഷം ഒന്നുമില്ല. അപ്പോൾ ഏതും വരാം. അവരിപ്പോൾ ആഗ്രഹിക്കുന്ന ഡീലിമിറ്റേഷൻ ബില്ലാണോ, സ്പെക്കുലേഷൻ ഉണ്ട്, FCRA ബില്ലാണോ, സ്പെക്കുലേഷൻ ഉണ്ട്. ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ചുളുവിലൂടെ അപ്പം ചുടുന്നത് പോലെ പാസ്സാക്കേണ്ടതല്ല ഇത്രയും നിർണായകമായ രാജ്യത്തെ ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങൾ. അതുകൊണ്ട് അതിന് ഫലപ്രദമായ ചർച്ച ഉണ്ടാകണമെങ്കിൽ അമിത്ഷാ ആദ്യം പാർലമെന്റിൽ വന്നിട്ട് വിശദീകരണം നൽകട്ടെ. അത് ചീഫ് സെക്രട്ടറി ഏത് സാഹചര്യത്തിൽ ഇറക്കിയെന്ന് എനിക്കറിയില്ല. അപ്പം അത്തരം ധൃതി പിടിച്ചിട്ട് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് ഗവൺമെന്റ് പരിശോധിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗവൺമെന്റിനോട് സംസാരിക്കും. ഇത്തരം കാര്യങ്ങൾ എൻ്റെ ഗവൺമെന്റാണ്, നമ്മുടെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇത്തരം കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പാകപ്പിഴയുണ്ടായാൽ അത് സർക്കാരിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ശ്രമം. അതുകൊണ്ട് അത് പരസ്യമായിട്ട് ഞാൻ പറയുന്ന ആഗ്രഹിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ കഴുത്തിൽ പിടിക്കുന്ന രീതിയിലാണ് ഈ ബില്ല്. അപ്പം അത് അവർ തീരുമാനിക്കട്ടെ. അവർ പാസ്സാക്കുമോ, അവർ അനുകൂലിക്കുമോ പാസ്സാക്കുമോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. അവരുടെ പാർട്ടിയുടെ കാര്യം ഇപ്പം ഞാൻ തീരുമാനിച്ച് നടക്കുമോ. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായാലും നോർത്ത് ഈസ്റ്റ് ആയാലും പഞ്ചാബ് ആയാലും ഒഡീസ ആയാലും ഇത്തരം സംസ്ഥാനങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും. ഇത് ഇന്ത്യയുടെ അഖണ്ഡത ഉറപ്പുവരുത്തേണ്ട ഒരു ഗവൺമെൻറ് ഇത്തരം ഒരു ബില്ലുമായി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, എനിക്ക് ഒന്നും നടപടി എടുക്കാൻ ഒരു FIR ഇടുക എന്ന് പറഞ്ഞാൽ പരിശോധന നടക്കാനുള്ളതാണ്. ഇത് അവർക്ക് RSSനൊക്കെ തന്നെ വിചാരം എന്ന് വെച്ചാൽ അവർ ഈ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ഭരിക്കുന്നവരാണെന്നാണ്, എന്നും പറയാനാണ്. അത്തരം ആളുകളെ ഇപ്പം നിയന്ത്രിക്കാൻ കേരള പോലീസിന് കഴിയും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട്. ഈ 2-3 ദിവസത്തിനുള്ളിൽ FCRA ബില്ല് തട്ടിക്കൂട്ടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ ആ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിക്കൊള്ളണം. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ NGOകളെ, മാന്യമായി പ്രവർത്തിക്കുന്ന NGOകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും FCRA ബില്ല് കൊണ്ടുവന്ന് നിയമം പാസ്സാക്കിക്കളെ. അമിത്ഷാ ഇന്നലെ കഴിഞ്ഞ ദിവസം കിരൺ റിജിജു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. കിരൺ റിജിജു പറഞ്ഞത് സമയമാകുമ്പോൾ അമിത്ഷാ വരും, അത് നിങ്ങളല്ല പറയേണ്ടത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഈ മർമ്മപ്രധാനമായ ചോദ്യം, അവരുടെ നേരെ പെല്ലറ്റ് ഗണ്ണും ലാത്തി ചാർജും ടിയർ ഗ്യാസും വെച്ച് മർദ്ദിക്കാൻ ഉത്തരവിട്ടത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അമിത്ഷാ വരില്ല. പിന്നെ അമിത്ഷായ്ക്ക് തോന്നുന്ന കാര്യത്തിൽ വരും. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യം ഇന്നലെ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം കോറിഡോറിൽ പറയുന്നത് എന്താ വെച്ചാൽ FCRA ബില്ല് അവതരിപ്പിക്കും, അമിത്ഷാ വരും എന്നാണ്. അമിത്ഷാ പൂതിയുമായിട്ട് മനസ്സിൽ വെച്ചാൽ മതി. ഈ ജനവിരുദ്ധ ബില്ല് പാസ്സാക്കാൻ അമിത്ഷാ വന്നാലും ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ അദ്ദേഹം നേരിടേണ്ടി വരും എന്ന കാര്യം സംശയം വേണ്ട. ഈ ഭരണഘടനാ വിരുദ്ധമാണ്, ജനദ്രോഹപരമാണ്. ആ ജനദ്രോഹപരവും ഭരണഘടനാപരവുമായ ബില്ല് പാസ്സാക്കുന്നതിന് അനുവദിക്കില്ല.
തൻ്റെ ഇടം ഉണ്ടെങ്കിൽ RSSനെ നിയന്ത്രിക്കാൻ നോക്ക്. അവർ രജിസ്റ്റേർഡ് സംഘടന പോലും അല്ലാത്ത എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, എത്രയോ കാശ് വാങ്ങിക്കുന്നുണ്ട് വിദേശങ്ങളിൽ നിന്നും. അതിനൊന്നും അന്വേഷണം വേണ്ട. രജിസ്റ്റേർഡ് ആയിട്ടുള്ള നിയമപ്രകാരമുള്ള സംഘടനകൾക്ക് FCRA അനുസരിച്ച് പണം കിട്ടുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും വേണ്ടി വന്നാൽ ആ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനും വരെ അധികാരം നൽകുന്ന ഈ കരി നിയമം ഒരു കാരണവശാലും അനുവദിക്കില്ല. ഞങ്ങൾ അനുവദിക്കില്ല. ആ പുതിയ സമ്മേളനത്തിൽ പാസ്സാക്കാൻ നടക്കില്ല. ഇതിലാണ് എനിക്ക് പറയാം. ഓക്കെ, ഞാൻ ചില മാധ്യമങ്ങളിലൂടെ കണ്ടതേ എനിക്ക് അറിയുള്ളൂ. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. എനിക്ക് ഇന്നലെ ഇപ്പോൾ അലഹബാദിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിപാടി. ഈ പറയുന്ന താങ്കൾ അത് കണ്ടിട്ടുണ്ടോ അറിയില്ല. അലഹബാദ് പരിപാടി, ആ അലഹബാദ് പരിപാടി യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ആ പരിപാടി പരമാവധി തകർക്കാൻ ശ്രമിച്ചു. ആ പരിപാടിയിലേക്ക് പോകുന്ന വഴിയിൽ പോലും വിസർജ്യ മാലിന്യം വരെ അവര് വിതറി. ഞങ്ങളിതിൽ പറഞ്ഞതാണത്. എത്രയേറെ പ്രകോപനം. ആദ്യം വെന്യൂ നിഷേധിപ്പിച്ചു. സ്കൂൾ കോളേജിന്റെ മാനേജറെ കൊണ്ട് വെന്യൂ നിഷേധിപ്പിച്ചു. പിന്നീട് വെന്യൂ അനുവദിച്ചു. പക്ഷെ വെന്യൂവിലേക്കുള്ള വഴിയിൽ അകാരണമായിട്ട് വൃത്തിഹീനമായ സാഹചര്യമേ ഉണ്ടാക്കി. പക്ഷെ ഇന്നലെ അവിടെ കണ്ട രംഗം എന്തായിരുന്നു? അലഹബാദ് കണ്ട രംഗം അത് കോൺഗ്രസ്സുകാരല്ല, യൂത്ത് കോൺഗ്രസ്സുകാരും NSUക്കാരും ഒന്നുമല്ല. ഇന്ത്യയിലെ ഈ റിയൽ ജെൻസി അത് തന്നെയായിരുന്നു കോട്ടയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഡെറാഡൂണിലുണ്ടായത്. ഞങ്ങളിത് ഈ മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച വിദ്യാർത്ഥി ആദ്യമായി പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു? രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനികളെ തല്ലിയ വിദ്യാർത്ഥിനികളെ ആൺ പോലീസുകാർ തല്ലിയ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് ആരായിരുന്നു? രാഹുൽ ഗാന്ധി. ആ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണ് നാളിതുവരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്തവണ്ണം പ്രൈം മിനിസ്റ്ററുടെ വസതിക്ക് മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാം പോയത്. രാജ്യം തന്നെ ശ്രദ്ധയോടെ നോക്കിക്കണ്ട ഏറ്റവും വലിയ സമരമാർഗമായിരുന്നു അത്. ജൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇതൊന്നും കാണാൻ എന്തുകൊണ്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കണം. പിന്നെ എപ്പോഴും നമ്മളൊരു കാര്യം, കോൺഗ്രസ്സുകാർ പാർട്ടി ചട്ടക്കൂടിൽ അക്ഷരത്തിൽ നിൽക്കുന്നില്ലെങ്കിലും BJPക്ക് സൂഹിക്കുന്ന മാത്രം വർത്തമാനം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിക്കണം നമ്മൾ. അത്രേ ഉള്ളൂ. BJPക്ക് സൂഹിക്കും രാഹുൽ ഗാന്ധിയെ 2 കുറ്റം പറഞ്ഞാൽ, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് 2 മോശം പറഞ്ഞാൽ അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും. അതിൽ നിന്നും നമ്മളെല്ലാവരും നമ്മൾ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞ് അദ്ദേഹം പറയുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല, അറിഞ്ഞ് അദ്ദേഹം പറയാൻ സാധ്യതയുമില്ല, അറിഞ്ഞോ അറിയാതെയോ അത്രയും കാര്യം പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ആളുകളെ